തങ്കം ഇതൊക്കെ ഞാൻ ഇറങ്ങിയേ. അയ്യോ പോലെ മീൻ മേടിച്ചു തന്നിട്ട് പോ. ഞാൻ ഉണ്ണാൻ വരില്ല. ക്ലീറ്റ് നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടേ? ഉണക്കമീനുണ്ടല്ലോ, അത് വെച്ചാൽ മതി. ചുമ്മാരെന്തിനാ ഇങ്ങോട്ട് പറഞ്ഞേ? ഇവിടെ ഞാൻ അങ്ങോട്ട് വരുമല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, അത് വേറൊരു അത്യാവശ്യം ഉണ്ടെന്ന്. നമ്മുടെ ഗോപി സാറിന്റെ മരുമോന്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവിടെ എന്താ പ്രശ്നം? നമ്മുടെ സുരേഷിന്റെ? ആ, സുരേഷിന്റെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീടിന്റെ ഫ്രണ്ടിലല്ലേ അവൻ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നത്. അവൻ ഈ ഹൗസ് ലൈനിൽ നിന്ന് കറണ്ട് എടുത്ത് ഇവിടെ വെൽഡിംഗ് നടത്തി. അതുകൊണ്ട് എന്താണ്, കനകനും ഫാസിലും കൂടെ വന്ന് ഒരു 25,000 രൂപ ഫൈൻ എഴുതി കൊടുത്തു. ഇപ്പൊ ആകെ പ്രശ്നമായിരിക്കുക. ഇവന്മാർക്ക് വേറെ എന്തെല്ലാം പണി. അതിനെ പോയി അവിടെ പോയി കുത്തി പൊക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന. ഇതിപ്പോ ആകെ ഇടങ്ങാറായല്ലേ. ഇതിന്റെ ഗോപിയേട്ടൻ വല്ലതും പറഞ്ഞാ? ഗോപിയേട്ടൻ നിന്നെ കണ്ട് അത്യാവശ്യമായിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോപി സാർ രാവിലെ സാറിനെ പിടിച്ചിരുന്നു, കിട്ടിയില്ല എന്ന്. ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളതാണേ. നീ പറഞ്ഞ അവൻ കേക്കൂ? സ്വന്തം അണിയനല്ലേ, ഇപ്പൊ പറഞ്ഞത് കേൾക്കത്ത അളിയനൊക്കെ തന്നെ. അവൻ കേട്ടില്ലെങ്കിൽ എനിക്കറിയാം അവനെ കേൾപ്പിക്കാൻ അതിനെന്താ ചെയ്യേണ്ടെന്നുള്ളത്. മര്യാദയായിട്ട് സംസാരിച്ചാൽ നടക്കൂലേ. ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് ഞാനും ഫാസിലും, പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരും, അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാ. ആണോ? പക്ഷെ ഞാൻ അങ്ങനെയല്ല അറിഞ്ഞത്, പാവം തന്നെയാണ് അറിഞ്ഞത്. അതെ, ആള് പാവാണ്. പക്ഷെ നമ്മൾ നേരത്തെ വരണം, പിന്നെ ഈ ഇതൊക്കെ ഒപ്പിടണം. ഇപ്പൊ ജോലിയൊന്നും ചെയ്തില്ലെച്ചാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഇപ്പൊ ഭർത്താവും കുട്ടിക്ക് എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പുള്ളിക്കാരുടെ ബിസിനസ് ആണേ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. പിന്നെ ഞാൻ വീക്കെൻഡ്സിൽ അങ്ങോട്ട് ചെല്ലാൻ ശ്രമിക്കണം. പിന്നെ നമുക്കങ്ങനെ, എനിക്കങ്ങനെ വീട്ടില് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. ചേട്ടൻ മാരീഡ് ആണോ? ചേച്ചി വർക്ക് ചെയ്യണ്ടോ? ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. എവിടാ ചേച്ചി? പിന്നെ കോളേജില്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ ഓഫീസിലുണ്ടോ? നീ എന്നെ ഇരുത്താൻ നോക്കല്ലേ ഫാസിലെ. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്ത് കാര്യം പറയാം, ഇല്ലെങ്കിൽ നിന്റെ അടുത്ത് പറയാം. അതെ, നിങ്ങളൊക്കെ എന്ത് ഭാവിച്ചാണ്? എന്തോരം കംപ്ലൈന്റ് ഇവിടെ തീർക്കാൻ വേറെ കിടപ്പുണ്ട്. പോസ്റ്റില് ബൾബ് കത്തണില്ല, ലൈന് പൊട്ടി കിടക്കണം. അതൊന്നും നോക്കാതെ ഏവനെങ്കിലും ഒരു ജീവിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഇറങ്ങുമ്പോ അതിനെതിരെ അങ്ങോട്ട് തടസ്സമായിട്ട് നിൽക്കണം. നീ മര്യാദക്ക് ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിലോട്ട് പറഞ്ഞാൽ മതി. അതെ, എന്നാലും നിങ്ങൾ രണ്ടാളും കൂടെ പോയി ഏതെങ്കിലും ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പില് കണക്ഷൻ ഇത് കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഫൈൻ അടിച്ചോ? ഫൈൻ അടിച്ചു. അടിച്ചു അല്ലേ? എടാ, അത് ആരാണെന്ന് അറിയാമോ? അത് ആരുടെ സ്ഥാപനമാണെന്ന് അറിയാമോ? ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാമായ ഗോപിയേട്ടന്റെ മരുമോന്റെ സ്ഥാപനമാണ്. ഏത് ഗോപിയേട്ടനാണോ? എന്ത് ഗോപിയേട്ടൻ? ഏത് ഗോപിയേട്ടൻ? ഗോപിയേട്ടൻ അറിഞ്ഞൂടെ? ഗോപിയേട്ടൻ അറിയില്ല? തലയിൽ കെട്ടി ചുമന്നുകൊണ്ട് നടക്കൂടാ. പക്ഷെ നീയൊക്കെ കളിക്കുന്നുണ്ടല്ലോ, ഭയങ്കര അപകടമാണ് വാസിലെ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ ക്ലീറ്റസ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് എന്നോട് വീട്ടിൽ വരുമ്പോ പറഞ്ഞാൽ മതി. ഇത് ഓഫീസാണ്, ഇവിടെ ഒന്ന് ബഹളം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫീസിൽ വന്നത്. ഇത് ഒഫീഷ്യൽ കാര്യമാണല്ലോ. മര്യാദ അത് കീറി കളഞ്ഞാൽ സൗകര്യമല്ലോ. അളിയാ, ഞാൻ ഒന്നുകൂടെ സ്നേഹത്തോടെ പറയണം, അത് കീറി കളയുന്നതാണ് നല്ലത്. പ്രശ്നം ഉണ്ടാകല്ലേടാ, ഇത് ഓഫീസാണ്, ഡ്യൂട്ടി സമയമാണ്, ബുദ്ധിമുട്ടാവും. ഞാനൊരു കാര്യം പറയാം, ഗോപിയേട്ടൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതാണ്. അയാൾ എന്തിനും തയ്യാറായി നടക്കുന്ന ഒരാളാ. നല്ല പിടിപാടാണ്, വലിയ പ്രശ്നമാവും. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നീ മര്യാദ കൂടി പോകുന്നുണ്ടോ? ഇത് സർക്കാർ ഓഫീസാണ്, ഇവിടെ അലപ്പൊട്ടാണ് നോക്കിച്ചേക്കണേ. ഇവിടെ അടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ചോ. മട്ടപ്പാടിയല്ലോ, അതിനപ്പുറം നിന്നെ മാറ്റി തുടങ്ങി. ഇവിടെ താമസിക്കാൻ കാണുന്നില്ല. നോവിച്ചു വിട്ടാ പിന്നല്ലേ ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലം. ഇവിടെ ക്ലീറ്റസ് പറഞ്ഞ ഒരുത്തുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ? അത് കൊള്ളാലോ. ഇത് നല്ലൊരു എവിഡൻസ്. എണ്ടിക്ക് അടിച്ചാണ്.
എടാ നീ കാണിക്കണത് ഭയങ്കര മര്യാദകേടല്ലേ? എന്താണ്? അവിടെ അവർക്ക് നോക്കാനും പിടിക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് നിർത്തണ്ട. അപ്പൊ അവർക്ക് 24 മണിക്കൂർ ഓടേണ്ട കാര്യമുണ്ടോ? പറ്റിയ സ്ഥലത്തേക്കാ കൊണ്ടുവരണം. എന്താ പറ്റിയ സ്ഥലം? എല്ലാത്തിനും പറ്റിയ ഒതുക്കിയ സ്ഥലമല്ലേ ഇത്? എടി ഇവിടെ ഉള്ള സംഗതി കൊണ്ടല്ലേ എനിക്ക് ആകെ തല വരുത്തിട്ടാണ് ഇവിടെ ഇപ്പൊ എന്താടാ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ലേ? എനിക്കറിയാൻ പാടില്ല. അത്ര വലിയ മുട്ടാണെങ്കിൽ നീ കൊണ്ടുവന്ന് നിർത്ത്. അത് ഞാനല്ല ചന്ദിനെ കല്യാണം കഴിച്ചേക്കണത്. ഇവിടെ എന്ത് കുഴപ്പമുണ്ടെന്നാ നീ പറയണത്? ഇവിടെ കുഴപ്പമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. എനിക്ക് മനസ്സ് തന്നവണം. മനസ്സ് ഇന്ന് ഇവിടുത്തെ ആസ്ഥാന ഗുണ്ടാവന്നായിരുന്നു ഓഫീസിൽ. ആര്? നിന്റെ ക്ലീറ്റോ അല്ലാണ്ട് വേറെ ആര്? അവനല്ലേ ഭയങ്കര ഗുണ്ടാ. പാവം. എന്തിനാ വന്നേ? ഏതോ ഒരു കോമാളിയുടെ ഗോപിയോ ഗീബി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ എന്തോ പിന്നെ കറണ്ട് കട്ടെടുത്തതിനും അയാളുടെ അത് അടിച്ചു കൊടുത്ത്. എന്നിട്ട് അത് ചീന്തി കളയണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഓഫീസിൽ വന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കാന്ന്. വഴക്കുണ്ടാക്കിയോ? വഴക്കണ മൂത്തവൻ അടിക്കാൻ വരികയാണ്. പ്രാന്ത് പിടിച്ച മാതിരി കാണിക്കണത് എന്ത് കാര്യത്തിനത്? പാവോടാ, അതിനാരെങ്കിലും എരി കയറ്റിട്ടുണ്ടാവും. എരി കയറ്റും. നീ എന്തെങ്കിലും ചെയ്തോ ക്ലീറ്റോനെ? ഞാനും ചില പാസലൊന്ന് കൈ വെച്ചു. അത് ക്ലീറ്റോനെ അല്ല, സത്യം പറഞ്ഞാൽ അവനാണ് കിട്ടേണ്ടത്. അവന്റെ കൂടെ നടക്കണില്ല. ആ പൊക്കത്തിലുള്ള ഒരു തണ്ടല്ലോ എന്തായാലും ഇവര്. നടരാജനൊന്നും കൊടുത്തു. ഒന്നും പറ്റൊന്നും ചെയ്തില്ല. എടാ പാവങ്ങളുടെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യണത്? അവര് പറഞ്ഞ അങ്ങ് സാധിച്ചു കൊടുത്താ പോരെ? അവര് പറഞ്ഞ സാധിച്ചു കൊടുക്കാനാ ഞങ്ങളാ? കറണ്ട് മോഷ്ടിച്ചത് അവരത് കട്ട് ചെയ്തതിന് പിന്നെ മോഷ്ടിച്ചൊന്നും ആയിരിക്കൂല. നീ ചുമ്മാ ഇത് പറയുവാണേ. ഈ എന്റെ ജോലിക്കാര്യത്തിൽ വന്ന് ഇടപെടാൻ നിൽക്കണത് എന്ത് കാര്യമുണ്ട് വരും? ഇത് ഞാൻ എത്രയോ പ്രാവശ്യം അവനോട് പറഞ്ഞതല്ലേ? അറിവില്ലായ്മ കൊണ്ടല്ലേടാ. വല്ലാത്തൊരു തലവേദനയാണ്. ഭയങ്കര ദേഷ്യത്തിൽ കേട്ടോ. അയ്യോ, കൺകുളിർക്കെ കണ്ടോ? ഇനി ഇവിടെ അടുത്തൊന്നും കാണാൻ പറ്റില്ല. വല്ല ആദിവാസി ഊരിൽ പോയി കാണേണ്ടി വരും കേട്ടോ. നിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ നീ നോക്കിക്കോ, എന്റെ പേര് നീ പട്ടിക്കിട്ടോ. ഭയങ്കര ദേഷ്യത്തില. നീ എന്തിനാണ് ഇങ്ങനെ വാലിന്റെ ഇടയിൽ കോലിട്ട് കുത്താൻ പോണത്? പ്രാന്താണ് അവന്, പ്രാന്ത്. Alien versus Alien.